Good afternoon. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നെഗോഷിയേഷന്റെ പ്രോസസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആണ് പർച്ചേസിംഗ് പ്രൊസീജിയർ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. പർച്ചേസിംഗ് എങ്ങനെ നടത്താം, ഒരു മെറ്റീരിയൽ പർച്ചേസിംഗ് എങ്ങനെ നടത്തുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടതായിട്ടുള്ള എത്ര ക്വാണ്ടിറ്റിയിലാണോ അല്ലെങ്കിൽ എന്തൊരു മെറ്റീരിയൽ ആണോ വേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് സപ്ലയേഴ്സിനോട് എൻക്വയറി നടത്തി അതിനുശേഷം സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്ത് പർച്ചേസിംഗ് ഓർഡർ പ്രൊവൈഡ് ചെയ്യും. പർച്ചേസിംഗ് ഓർഡർ കൊടുക്കും. ആ സപ്ലയേഴ്സ് അവര് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് മെറ്റീരിയൽസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഹോസ്പിറ്റലില് ആ ബില്ല്, സപ്ലയേഴ്സിന്റെ ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗ് പ്രൊസീജിയറിലുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയേ, ഫസ്റ്റ് നോക്കാം കേട്ടോ. പർച്ചേസിംഗ് പ്രൊസീജിയർ ഫസ്റ്റ് നോക്കിയേ. പർച്ചേസ് റിക്വസിഷൻ. എന്താണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? എന്താ റിക്വസിഷൻ? റിക്വസിഷൻ എന്താണ്? ആവശ്യപ്പെടൽ അല്ലെങ്കിൽ അഭ്യർത്ഥന. റിക്വസിഷൻ മീൻസ് അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യപ്പെടൽ. റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവര് സെപ്പറേറ്റ് വാങ്ങിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് അവിടെ ഉള്ള എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് തങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് പറയുകയും അവരെന്ത് ചെയ്യുന്നുണ്ട്, അതനുസരിച്ചിട്ട് സപ്ലയേഴ്സിനോട് എൻക്വയറി നടത്തി അവർക്ക് വേണ്ട മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് തങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് തരം മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നുള്ളത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥന നടത്തും അല്ലെങ്കിൽ ആവശ്യപ്പെടും. It consists of quantity of material, specification of material, date in which the item should be received. അപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നത്? ഇറ്റ് കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ക്വാണ്ടിറ്റി, മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം. അതുപോലെ സ്പെസിഫിക്കേഷൻ അല്ലെ,
ഇന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ മെറ്റീരിയൽ ആവശ്യമാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ എന്താണ് ഇന്ന ഡേറ്റിനുള്ളിൽ ഞങ്ങൾക്ക് അത് കിട്ടണം എന്നുള്ളതും ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. എന്തെല്ലാം കാര്യങ്ങളാണ്? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഡേറ്റ്. ക്ലിയർ ആയില്ലേ? പർച്ചേസ് റിക്വസിഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യപ്പെടല് എന്നാണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല് അർത്ഥം കേട്ടോ. ഇനി എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കിയേ, പർച്ചേസ് എൻക്വയറി. എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കൽ അല്ലെങ്കിൽ എന്താണ്? അന്വേഷണം നടത്തുന്നത് അല്ലെ? ഓക്കെ. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ ഇൻക്ലൂഡ്സ് ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. അപ്പോ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലയറിനോട് എൻക്വയറി നടത്തും അല്ലെ? അന്വേഷണം നടത്തുന്നു. സപ്ലയർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിതരണക്കാരൻ. മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് തരുന്ന ആളല്ലേ? വിതരണക്കാരനെയാണ് നമ്മളെ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അവരോട് ഇത് ചെയ്യുന്നുണ്ട്? അന്വേഷണം, എൻക്വയറി നടത്തുന്നു. അതില് എന്തൊക്കെ പറയുന്നുണ്ട്? ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. ഓക്കെ, എന്താണ് ലീഡ് ടൈം? എന്താ ലീഡ് ടൈം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുമ്പത്തെ ക്ലാസ്സില്. എന്താ ലീഡ് ടൈം? എന്താണ് ലീഡ് ടൈം? എന്താ? നിങ്ങൾ വായിക്കുന്നില്ല മക്കളെ? കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താ ലീഡ് ടൈം? എന്താ ലീഡ് ടൈം? ഓർഡറിങ് ചെയ്ത് അത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ടൈമിങ്ങിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയേഴ്സിനോട് എൻക്വയറി നടത്തുമ്പോ ഈ കാര്യങ്ങളൊക്കെ അവര് അന്വേഷിക്കും. എപ്പോ നമുക്ക് അത് കിട്ടും, എത്ര ക്വാണ്ടിറ്റിയിൽ തരും, ഇന്ന മെറ്റീരിയൽ തന്നെ ഞങ്ങൾക്ക് വേണം എന്നുള്ള സ്പെസിഫിക്കേഷൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി എന്താണ്? കൊട്ടേഷൻസ് ഫ്രം സപ്ലയർ ടു ദ purchase department includes price of material, quantity, etc. Comparative statement compare different quotations. നമ്മൾ പറഞ്ഞു അല്ലെ? ഇപ്പോ ഒരു മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ സപ്ലയേഴ്സിനോട് അന്വേഷിക്കും. അതിനുശേഷം ഡിഫറെന്റ് കൊട്ടേഷൻസ്, ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ കൊട്ടേഷൻസും എന്താണ്? കരാറാണ്. അപ്പോ അങ്ങനെയുള്ള കൊട്ടേഷൻസിലും എന്താണ്? ഡിഫറെന്റ് കൊട്ടേഷൻസ് ഉണ്ടാവും. അപ്പോ ഇന്ന പ്രൈസില്, ഇന്ന ക്വാണ്ടിറ്റിയില്, അങ്ങനെയുള്ള ഇന്ന മെറ്റീരിയൽസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ്? കൊട്ടേഷൻസ്, ഡിഫറെന്റ് കൊട്ടേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കി, അപ്പോ ഇത്ര പ്രൈസിന് അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ എന്ന് നോക്കിയിട്ട് നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള കൊട്ടേഷൻ ഏതാണ് എന്ന് നോക്കി ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് സെയിം ഡിയും പോയിന്റ് അതാണ് പറയുന്നത്. ഡിഫറെന്റ് കൊട്ടേഷൻസ് ഉണ്ട്. ആ കൊട്ടേഷൻസ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നോക്കി ഐഡന്റിഫൈ ചെയ്ത് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നുണ്ട്. പോയിന്റ് നോക്കിയേ, നോക്കി പർച്ചേസ് ഓർഡർ, ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് നിയമപരമായിട്ടുള്ള രേഖയാണ് എന്ത്? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആരൊക്കെ തമ്മിലുള്ള രേഖയാണത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ളൊരു നിയമപരമായ രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒന്ന് അടിയിലൊന്ന് വരച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയമപരമായിട്ടുള്ള രേഖയാണ്. ആരൊക്കെ തമ്മിലാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള
ലീഗൽ ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. The purchase order is a document created by the ആരാണ്? ബയ്യർ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് പർച്ചേസ് ഓർഡർ? എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയ്യർ ആണ്. ബയ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? കസ്റ്റമർ ആണ് അല്ലെ. നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മളാണ് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതെങ്കിൽ വാങ്ങുന്ന ആള് കസ്റ്റമർ ആണ് ബയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. And serve the purpose of ordering goods from the supplier. അപ്പോ പർച്ചേസ് ഓർഡറിന്റെ പർപ്പസ്, മെയിൻ പർപ്പസ് എന്താണ്? ഓർഡറിങ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. നമ്മുടെ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അതാണ് മെയിൻ പർപ്പസ് ആയിട്ട് പറയുന്നത്. എന്താണ് പർച്ചേസ് ഓർഡറിന്റെ മെയിൻ പർപ്പസ്? എന്താണ്? ഓർഡറിങ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. Every purchase order should contain the correct date, name and address of the hospital and supplies, description of goods, price of the items, ordering number, terms and conditions, mode of payment and signature of the authorized person. അപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റിൽ ഉണ്ടാകുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, അതുപോലെ എന്താണ്? നെയിം, അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്കാണ് ഒരു എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേരും അഡ്രസ്സും ഉണ്ടാവും. സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് എന്നൊക്കെയാണ് കേട്ടോ അതിനർത്ഥം. ഇനി എന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ഐറ്റംസ്, ഓർഡറിംഗ് നമ്പർ ഉണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ക്യാഷ് പർച്ചേസ് ആണോ? ചിലർ ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ എന്താണോ എന്നുള്ളത് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ഇനി മോഡ് ഓഫ് പേയ്മെന്റ്, ചിലപ്പോ റെഡി ക്യാഷിന് വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താണ് ബൈ ചെക്ക് കൊടുത്തിട്ട് അവര് വാങ്ങിക്കും. അപ്പൊ മോഡ് ഓഫ് പേയ്മെന്റ് എന്താണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ. ഇത്രയും കാര്യങ്ങളാണ് ഈ ലീഗൽ ഡോക്യുമെന്റില് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ പർച്ചേസ് ഓർഡർ എന്താണ്? ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പർച്ചേസ് ഓർഡർ എന്താണ്? അത് ക്രിയേറ്റ് ചെയ്യുന്നത് ബയ്യർ ആണ്. അതുപോലെ അതിന്റെ പർപ്പസ് എന്താണ്? ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. ഇനി പർച്ചേസ് ഓർഡർ ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ, സപ്ലൈസ്, description of the goods, price of the item, order number, terms and conditions of cash and credit purchase, mode of the payment, cash or check, and signature of the authorized person. Clear ആയില്ലേ അത്? ഇനി എന്താണ്? ഇൻവോയ്സ് ഓർ ബില്ല്. ഇൻവോയ്സ് ഓർ ബില്ല് നമ്മൾ പഠിച്ചു അല്ലേ? ഇൻവോയ്സ് ബില്ല് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? ഇൻവോയ്സ് ബില്ല് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഇൻവോയ്സ് ബില്ല് എന്തായിരുന്നു? ഇൻവോയ്സ് ഇൻവോയ്സ് ബില്ല് എന്തായിരുന്നു? വെരി ഗുഡ്. ഡീറ്റെയിൽഡ് ബില്ല് അല്ലേ? നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് അല്ലെങ്കിൽ എത്ര പ്രൈസിനാണ് നമ്മൾ ആ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്. ഈ സപ്ലയറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ എന്താണ് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാല്. ഓക്കെ, വെരി ഗുഡ്. നോക്കാട്ടെ നമുക്ക്. ദ ഇൻവോയ്സ് ഇസ് ക്രിയേറ്റഡ് ബൈ സപ്ലയർ. അടിയിലൊന്ന് വരയ്ക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പർച്ചേസ്. പർച്ചേസിംഗിലും പറയുന്നുണ്ടല്ലേ? എന്താണ് പറഞ്ഞത്? പർച്ചേസിംഗ് ഓർഡർ ഇസ് എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് ബൈ ബയ്യർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവോയ്സ് എന്താണ്? ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് സപ്ലയർ. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്നത് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് ആരാണ്? സപ്ലയർ ആണ്. ആൻഡ് ഷോസ് ഹൗ മച്ച് ദ ബയ്യർ റിക്വയർസ് ടു പേ
ഫോർ ഗുഡ്സ് ബോട്ട് ഫ്രം ദ സപ്ലയർ. അപ്പൊ സപ്ലയർക്ക് എത്രമാത്രം പൈസയാണ് കൊടുക്കാനുള്ളത് എന്നുള്ള കാര്യവും ആ ഇൻവോയ്സിൽ കൊടുത്തിട്ടുണ്ടാവും. given by the supplier to purchase department. ആ രേഖ അല്ലെങ്കിൽ എന്താണ് ഇൻവോയ്സ് ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് സപ്ലയർ കൈമാറുകയും അതിനുശേഷം എന്താണ് when the items is distributed, അവർ കൊണ്ടുവന്നിരിക്കുന്ന സപ്ലയർ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. And the bills are cleared by the finance or account department. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിലെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ബില്ല്, സപ്ലയറിന്റെ ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? അപ്പോ ഇൻവോയ്സ് ഓർ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്ലയർ ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. എത്രമാത്രം പണമാണ് ഈ കസ്റ്റമർ കൊടുക്കാനുള്ളത് എന്ന് ആ ബില്ലിനകത്ത് ഉണ്ടായിരിക്കും. ഇനി ആ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സപ്ലയർ കൈമാറുകയും അതിനുശേഷമാണ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലിലെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബില്ല് ക്ലിയർ ചെയ്ത് സപ്ലയർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ആ പർച്ചേസിംഗ് പ്രൊസീജിയർ ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നുണ്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് എന്തൊക്കെ പറഞ്ഞാണ്, ഞങ്ങൾക്ക് എന്താണ് ഇന്ന മെറ്റീരിയൽസ് ആവശ്യമാണ്, ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്ന ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസിഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയേഴ്സിനോട് പോയിട്ട് എൻക്വയറി നടത്തുന്നു. അതിനുശേഷം എന്താണ്, കൊട്ടേഷൻസ്, പല കൊട്ടേഷൻസ് ഉണ്ട്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൊട്ടേഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. പർച്ചേസ് ഓർഡർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോയ്സ് ബില്ല് അല്ലെ, മെറ്റീരിയൽസ് കൊണ്ടുവരികയും ഇൻവോയ്സ് ബില്ല് പ്രിപ്പയർ ചെയ്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? വായിച്ചു നോക്കി. ഓക്കെയാണ്. ഇനി നോക്കിയേ, എൻജിയർ പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡഡ് ഇൻടു 3. നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചെറുതാക്കി ഒന്ന് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. 3 സ്റ്റെപ്പുകളിലൂടെയാണ് പർച്ചേസിംഗ് പ്രൊസീജിയർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, പ്രീ പർച്ചേസിംഗ് സിസ്റ്റം, പർച്ചേസിംഗ് സിസ്റ്റത്തിന് പർച്ചേസ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, പർച്ചേസിംഗ് റിക്വസിഷൻ അല്ലെ, നമ്മള് അഭ്യർത്ഥന നടത്തുന്നു. പർച്ചേസ് എൻക്വയറി അന്വേഷിക്കുന്നു. റിസർവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നമ്മള് പല കൊട്ടേഷൻസും ഉണ്ട്, അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൊട്ടേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളാണ് പർച്ചേസിംഗിന് മുമ്പ് നടത്തുന്ന കാര്യങ്ങൾ. ഇനി എന്താണ്, സെക്കൻഡ് എന്താണ്, ഓർഡർ സിസ്റ്റം. നമ്മൾ ഓർഡർ കൊടുക്കുന്നു അല്ലെ, പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുന്നു, അതിനുശേഷം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് ഫോളോ അപ്പ് നടത്തുന്നു. ഇനി എന്താണ്, പർച്ചേസിംഗിന് ശേഷം എന്തൊക്കെയാണ്, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. എന്തൊക്കെയാ ചെയ്യുന്നത്, റിസീവിംഗ് മെറ്റീരിയൽസ്, നമ്മൾ സപ്ലൈയുടെ അടുത്തുനിന്ന് മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നു അല്ലെ, റിസീവ് ചെയ്യുന്നു, അത് ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. നമ്മൾ ഇന്ന മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ആണോ, ഇത്ര പ്രൈസിനാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങള് ഇൻസ്പെക്ഷൻ പരിശോധന നടത്തുന്നു. അതിനുശേഷം എന്താണ്, ബില്ല്
പേയ്മെന്റ് അല്ലെ, പേയ്മെന്റ്സ് ഓഫ് ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. കിട്ടിയോ? അത് ഒന്ന് വായിച്ചു നോക്കിയേ. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, കൺഫ്യൂഷൻ ഒന്നും വരാനില്ല, പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. കിട്ടിയില്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? അത് പറയണോ മിസ്സിന്? ഓക്കെ ആണ്. അപ്പോ ക്വസ്റ്റ്യൻ ചിലപ്പോ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ, പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്, ഓർഡർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, പോസ്റ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്. അപ്പോ ഓപ്ഷൻ വരാം, റിസീവിംഗ് ഓഫ് മെറ്റീരിയൽസ്, ഇൻസ്പെക്ഷൻ, പേയ്മെന്റ് ഓഫ് ബിൽസ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഓർഡർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, പോസ്റ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർക്കുക. ഇനി നോക്കിയേ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്? എന്താ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്? എന്താ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. ഫർണിച്ചർ ഉണ്ട്, മെഷീൻസ് ഉണ്ട് അല്ലെ. സ്കാനിങ്ങിന്റെ ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങിന്റെ CT സ്കാൻ, എക്സ്റേയുടെ മെഷീൻസ്, അതുപോലെ ഓട്ടോക്ലേവ് മെഷീൻസ് ഒക്കെ നമുക്ക് എന്താണ് എപ്പോഴും ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതൊക്കെ ഏതിൽ പെടുന്നുണ്ട്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, 4 കാര്യങ്ങളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ വരുന്നത്. മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രധാനപ്പെട്ട നിക്ഷേപമാണ്, അല്ലെങ്കിൽ പ്രധാന നിക്ഷേപം എന്ന് പറയാൻ പറ്റുമല്ലോ നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ. ഇനി എന്താ പറയുന്നത്? നോട്ട് റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. എപ്പോഴെപ്പോഴും നമുക്ക് എന്താണ് പർച്ചേസ് ചെയ്യുന്നത് അറിയാനായിട്ട് പറ്റും അല്ലെ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ എപ്പോഴും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാതെ, എപ്പോഴും റിപ്പയറിങ് ചെയ്യാതെ എന്താണ് നല്ല രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? includes the major operations of hospital. ഞാൻ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ മേജർ ഓപ്പറേഷൻസിന് അല്ലെ, ഹോസ്പിറ്റൽസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാല്. എക്സാമ്പിൾ എന്താണ്? ഇപ്പോ ഓട്ടോക്ലേവ്സ്, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്താണ് ആ എക്യുപ്മെന്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് സ്കാനിങ്ങിന്റെ എക്യുപ്മെന്റ്സുകൾ, CT സ്കാൻ, എക്സ്റേ സ്കാൻ, അതുപോലെ MRI എടുക്കാനായിട്ട് ഓരോ ദിവസവും ചിലപ്പോൾ എന്താണ് സ്കാനുകൾ നടത്തേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്താണ് എപ്പോഴും നമുക്ക് എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ മേജർ ഓപ്പറേഷൻസ് നടത്താനായിട്ട്, നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. ഇനി എന്താണ്? ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിംഗ് ടേംസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഈസ് കോൾഡ് ഫിക്സഡ് അസറ്റ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് അത്, അടയാളപ്പെടുത്തി വെക്കണം. എന്താണ്? അക്കൗണ്ടിംഗ് ടേംസില് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തി. ക്ലിയർ ആയോ? അപ്പോ അക്കൗണ്ടിംഗ് ടേംസില് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്ന പേരാണ് സ്ഥിര ആസ്തി, ഫിക്സഡ് അസറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ വരുന്നത്. മേജർ പ്രധാനപ്പെട്ട ഒരു
ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രധാന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയാൻ പറ്റും. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് എപ്പോഴെപ്പോഴും മെയിൻ്റെനൻസ് വർക്ക് റിപ്പയറിങ്ങോ ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടി എല്ലാ പ്രവർത്തനങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് എല്ലാ ഓപ്പറേഷൻസും അല്ലെ മേജർ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സ്ഥിര ആസ്തി അല്ലെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ അക്കൗണ്ടിങ് ടേംസില് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്നാണ്. സ്ഥിര ആസ്തി. ക്ലിയർ ആണോ? ഇനി എന്താണ് ഹോസ്പിറ്റൽ equipment management consists of 5 points. 5 points പറയുന്നുണ്ട്. എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് മാനേജ്മെന്റിൽ അടങ്ങിയിരിക്കുന്ന 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ് പ്ലാനിങ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ്. ഇപ്പോ ഒരു എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ആസൂത്രണം നടത്തും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യും. ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ടി വി ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യും. ഇത്രയും വേണ്ടി വരും, ക്യാഷ് ഇത്രയും വേണ്ടി വരും, എപ്പ വാങ്ങിക്കണം, അല്ലെങ്കിൽ എത്ര ഇഞ്ചിന്റെ ടി വി വാങ്ങിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും എന്താണ് ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, പ്ലാനിങ് നടത്തും, ആസൂത്രണം ചെയ്യും. ഇനി എന്താണ് ആസൂത്രണം ചെയ്തതിനു ശേഷം എന്താണ് പർച്ചേസിങ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ, അത് പർച്ചേസ് ചെയ്യുന്നു. ഇനി തേർഡ് എന്താണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അതിനുശേഷം യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ, അതിന്റെ യൂസസ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗം, അതിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ് ഡിസ്കാർഡിങ് ഓഫ് എക്യുപ്മെന്റ്. എന്താ ഡിസ്കാർഡിങ് എന്ന് പറഞ്ഞാല് നിരസിക്കുക അല്ലെ. ഇപ്പൊ നമ്മളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ്സ് വാങ്ങി അത് ഉപയോഗിച്ച് അതിന്റെ കാലം കഴിഞ്ഞു തന്നെ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ അത് ഉപയോഗിക്കേണ്ട നിർമ്മാർജ്ജനം ചെയ്യേണ്ട രീതിയിൽ ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്ക്രാപ്പിന് കൊടുക്കും. സ്ക്രാപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ആർക്കേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ നമുക്ക് അതിനുള്ള മൂല്യം ക്യാഷ് ആയിട്ട് തരും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലപ്പോ ഡിസ്കാർഡിങ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, ഒന്നല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കും, ഒന്നല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എന്താണ് പ്ലാനിങ് ചെയ്യുക. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ്, അത് പർച്ചേസ് ചെയ്തു, അതിന്റെ മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ് ഡിസ്കാർഡിങ്, എന്താണ് നിരസിക്കുന്നു. ഇനി നിരസിക്കൽ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ചിലപ്പോ ഒന്നല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. ഇനി നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ് ഓഫ് ദി എക്യുപ്മെന്റ്സ്. എന്താണ് പ്ലാനിങ് ഓഫ് ദി എക്യുപ്മെന്റ്സ്. To choose the alternatives and select the best one, important point is felt needed. എന്താ പറയുന്നത്, നമ്മള് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ഡിഫറെന്റ് മാർഗങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ട് അല്ലെ. ഓരോ മാർഗങ്ങൾ നോക്കിയിട്ട് പല മാർഗങ്ങൾ നോക്കി ഒരു മികച്ച മാർഗം സെലക്ട് ചെയ്യുന്നുണ്ട്. ആരെ തിരഞ്ഞെടുക്കാനായിട്ട്, സപ്ലയറിനെ തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്ക് വിതരണക്കാരൻ വേണമല്ലോ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയറിനെ തിരഞ്ഞെടുക്കാനായിട്ട് പല മാർഗങ്ങളിലൂടെ നടന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഒരു മാർഗം നമ്മള്
സെലക്ട് ചെയ്തെടുക്കുന്നു. അതാണ് ടു ചൂസ് ദ alternatives and select the best one. പല മാർഗങ്ങളിലൂടെ നമ്മള് മികച്ച സപ്ലയറിനെ തിരഞ്ഞെടുക്കുന്നു, മികച്ച ബെസ്റ്റ് വണ്ണിനെ തിരഞ്ഞെടുക്കുന്നു. പ്ലാനിങ് ദ എക്യുപ്മെന്റ്സ്. ഇനി നോക്കിയേ, പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഇത്, പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ്സ്. അതിനകത്ത് 9 മേജർ സ്റ്റെപ്പുകളിലൂടെയാണ് ഈ പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ്സ് പോകുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. എന്താണ് ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റ് എന്താ, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് എന്താണ്? എന്താ ഫോർകാസ്റ്റിംഗ്? എന്താ ഫോർകാസ്റ്റിംഗ്? മുൻകൂട്ടി അല്ലെ, മുൻകൂട്ടി തീരുമാനിക്കുക, അല്ലെങ്കിൽ എന്താണ് മുൻകൂട്ടി നിശ്ചയിക്കുക എന്നൊക്കെ പറയാല്ലേ നമുക്ക്. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് അല്ലെ, ആവശ്യങ്ങള് മുൻകൂട്ടി കാണുക. ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണണം. നമുക്ക് ഇവിടെ എന്താണ്, ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അല്ലെ. ഹോസ്പിറ്റലിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോ നമ്മള് അതിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണണം. ഇപ്പോ എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ? ഇനി എന്താണ്, ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ലെങ്കിലും ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ഒത്തു നോക്കണം. അപ്പൊ അതാണ് പറയുന്നത് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്, ആവശ്യങ്ങള് മുൻകൂട്ടി കാണണം. ക്ലിയർ ആയോ അത്? ഇനി എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പാണ് സോഴ്സസ് ഓഫ് ഫണ്ട്. ഇനി ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനുള്ള ഒരു ഇതിലോട്ട് നമ്മൾ എത്തി. അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് ഫണ്ട് എവിടെ നിന്ന് കിട്ടും? എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫണ്ട്? നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ലോൺ എടുക്കാം അല്ലെ, ലോൺ എടുത്ത് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ എന്താണ്, ഡിപ്രീസിയേഷൻ ഫണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ? നമ്മളിപ്പോ എന്താണ്, നമ്മുടെ കയ്യിൽ ഇപ്പോ ഓൾറെഡി ഒരു എക്യുപ്മെന്റ് ഉണ്ട്, അതിന്റെ ഉപയോഗം ഇങ്ങനെ ഉപയോഗിച്ച് അത് ഒരു ഇതായി. അപ്പൊ എന്ത് ചെയ്യണം? പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കണോ അല്ലെ. അതിന്റെ എന്താണ്, ഓൾറെഡി ഒരു എക്യുപ്മെന്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് ഒരു വിധമായി അല്ലെ, മെയിൻ്റെനൻസ് വർക്കും സ്ക്രാപ്പിലൊക്കെ കൊടുക്കാറായി. അപ്പൊ എന്ത് ചെയ്യണം? പുതിയൊരു എക്യുപ്മെന്റ് നമുക്ക് വാങ്ങിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റല് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോ കുറച്ച് പൈസ എന്ത് ചെയ്യുന്നുണ്ട്? നീക്കി വെക്കുന്നുണ്ട്. പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ നീക്കി വെക്കുന്നു. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട്. മനസ്സിലായോ കൺസെപ്റ്റ്? ഒന്നുകൂടിയും പറഞ്ഞു തരാം. നിലവിലുള്ള അസറ്റ് അല്ലെ, നിലവിലുള്ള ഒരു അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ ഒരു പുതിയ സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തുക എന്ത് ചെയ്യുന്നുണ്ട്? നീക്കി വെക്കുന്നുണ്ട്. അതിനെ പറയുന്നതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട്. ക്ലിയർ ആയോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഒന്നുകൂടിയും പറഞ്ഞു തരാം കേട്ടോ. നിലവിലുള്ള അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ ഒരു പുതിയ സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തുക മാറ്റിവെക്കുന്നു. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ കിട്ടും? നമുക്ക് ക്യാപിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെ. എന്താണ് ക്യാപിറ്റൽ അക്യുമുലേറ്റഡ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന ലാഭത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റും. അതാണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഹോസ്പിറ്റലിലേക്ക്
വന്നു ചേർന്ന ലാഭത്തിൽ നിന്ന് നമുക്ക് ഈ എക്യുപ്മെന്റ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഫണ്ട്. ഇപ്പോ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കൂലേ? സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? നീക്കി വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ? വേറൊരു മറ്റാവശ്യങ്ങൾക്കൊന്നും അത് ഉപയോഗിക്കില്ല ആ ഫണ്ട്. അപ്പോ അതെന്താണ്? സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം നീക്കി വെക്കുന്ന ഫണ്ടാണ്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ആയാലും എന്തോ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നീക്കി വെക്കും. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റും. ഇക്കാര്യങ്ങളിലൂടെയെല്ലാമാണ് നമുക്കൊരു പുതിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്. ഇതിലൂടെയൊക്കെ പറ്റും? ലോൺസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ക്യാപിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിസിഷൻ മേക്കേഴ്സ്. ആരൊക്കെ പറഞ്ഞാലാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്? നോക്കിയേ, ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD. ആരാ HOD? HODയുടെ ഫുൾ ഫോം എന്താ? HODയുടെ ഫുൾ ഫോം എന്താ? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, മറക്കരുത് കേട്ടോ അതൊന്നും. ഓക്കെ. ഇനി എന്താണ്? മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. അപ്പൊ ഇവര് ഒക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ഒരു പുതിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവരുടെയൊക്കെ സമ്മതത്തോട് കൂടിയിട്ട് മാത്രമേ പുതിയൊരു സാധനം നമ്മൾക്ക് ഹോസ്പിറ്റലിലോട്ട് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിയേ, സപ്ലയേഴ്സ് അല്ലെ? ഇവര് സമ്മതിച്ചു, അതിനുശേഷം എന്ത് ചെയ്യണം? സപ്ലയറെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പിലൂടെ പറയുന്നത്. സപ്ലയേഴ്സ്, ഐഡന്റിഫൈ ദ സപ്ലയേഴ്സ്. സപ്ലയറെ കണ്ടെത്തണം. ഇനി ഇൻഫർമേഷൻ ജനറേഷൻ, ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺ ഹൂ ഡീൽ വിത്ത് ഇറ്റ്. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു സാധനം പുതിയതായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു സാധനം വാങ്ങിക്കുകയാണ് വിചാരിക്കുക, വാങ്ങിക്കാൻ പോണേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം, ആ സെയിം സാധനം ഉള്ള ചിലപ്പോ അടുത്ത വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാവാം. ഇപ്പൊ TV ആണെന്ന് വെക്കാം, ഒരു LED TV വാങ്ങിക്കാൻ പോണേ. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത വീട്ടിലൊക്കെ നമുക്ക് LED TV ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ അഭിപ്രായം ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? എങ്ങനെയുണ്ട് TV? എത്ര ഇഞ്ചിന്? എത്ര ക്യാഷായി? അല്ലെ? ചോദിക്കാറില്ലേ നമ്മള്? എങ്ങനെയാണ് ഇതിന്റെ വാറന്റി, എങ്ങനെയാണ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുതിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോ എക്സ്പേർട്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്താണ് പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ അടുത്തോ പോയിട്ട് അന്വേഷിക്കണം. അതിനുശേഷം മാത്രമേ നമ്മള് ഇന്ന് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയി അന്വേഷിക്കുമ്പോ എന്താണ് അവര് പറഞ്ഞു തരാം, ഇത് നല്ലതാണോ, ഹോസ്പിറ്റലിൽ വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഇത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോ നമുക്ക് അതിനുള്ള ഇത് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ എക്സ്പേർട്ടിന്റെ അടുത്തും ഓരോ പേഴ്സൺസിന്റെ പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ അടുത്തും പോയിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു യുവർ സിറ്റുവേഷൻസ് അല്ലെ? ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാം? ഇത് വാങ്ങിക്കാനായിട്ടുള്ള ആത്മപരിശോധന നടത്തണം. ഹോസ്പിറ്റലിൽ ഇത് വാങ്ങിക്കണോ വേണ്ടയോ? ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ആത്മപരിശോധന നടത്തണം. ലാസ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റഡി ആൻഡ് കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. നമ്മൾ പറഞ്ഞു അല്ലെ, നമുക്ക് യോജിച്ചിട്ടുള്ള കുറെ കൊട്ടേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൊട്ടേഷൻ സെലക്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം എന്താണ്? ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റ്,
ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത്രയും എന്താണ് ബഡ്ജറ്റിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, തയ്യാറാക്കണം. നമ്മൾ പഠിച്ചു ഫിനാൻഷ്യൽ പൊസിഷന്റെ, ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് വേണം ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ എത്ര രൂപയ്ക്ക് ഈ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കോസ്റ്റിങ്ങും തയ്യാറാക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ. 9 സ്റ്റെപ്പാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ 10 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ അത് രണ്ടും കൂടി യോജിപ്പിച്ച് എഴുതണം കേട്ടോ. പർച്ചേസിങ് ആൻഡ് അല്ലെങ്കിൽ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ഒരുമിച്ച് എഴുതണം കേട്ടോ. എ സി ഫോർ സം എക്യുപ്മെന്റ് എന്നാക്കണം കേട്ടോ. അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. AC for some equipment, space of room, protective measures like rough walls for X-ray rooms. അപ്പോ എന്ത് ചെയ്തു, നമ്മൾ ബഡ്ജറ്റിംഗും കോസ്റ്റിംഗും പ്രിപ്പയർ ചെയ്തു. ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിച്ചു. ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിച്ചാല് ചില എന്താണ് മെഷീൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഇൻസ്റ്റാളേഷൻ ചെയ്യണം അല്ലെ, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചിലപ്പോ AC ഉള്ള റൂംസ് വേണം. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ വേണം. അതുപോലെ എന്താണ് അതിന് വേണ്ടിയതായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള സ്പേസ് വേണം. അതുപോലെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്. അതുപോലെ എന്താണ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങള് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണ്ടി വരും. പ്രതലങ്ങൾ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങൾ ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വേണ്ടതായിട്ട് വരും. ഏതൊക്കെയാണ്? എയർ കണ്ടീഷൻ, സ്പേസ്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ്. ഈ 3 കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ മെഷീൻസ് ഒക്കെ സ്ഥാപിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങള്, ഈ 9 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? പർച്ചേസിങ് ഓഫ് എക്യുപ്മെന്റ്സ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, അതിനുശേഷം പർച്ചേസ് ചെയ്തു. എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. 9 മേജർ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് അല്ലെ, ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടുന്നു ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എവിടെ നിന്നെല്ലാം സ്വരൂപിക്കാം എന്നുള്ളത് നോക്കി. അതിനുശേഷം ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്. ഇവര് ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, സപ്ലയറിനെ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ ഈ പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തികളിൽ നിന്നുമൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പുതിയൊരു എക്യുപ്മെന്റ് സ്ഥാപിക്കാനായിട്ട്. അതുപോലെ ഒന്നും കൂടി ആത്മപരിശോധന നടത്തുക. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ ഇത്രയും ക്യാഷ് വെക്കാനുണ്ടാവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്താണ് ആത്മപരിശോധന നടത്താം. അതിനുശേഷം കൊട്ടേഷൻസ്, ഡിഫറെന്റ് കൊട്ടേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള കൊട്ടേഷൻസ് സെലക്ട് ചെയ്തു, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു, കോസ്റ്റിംഗ് തയ്യാറാക്കി, ലാസ്റ്റ് പർച്ചേസ് നടത്തി, അത് ഇൻസ്റ്റാളേഷൻ ചെയ്തു. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. 9 മേജർ സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ.
ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഏതാണ്? ഏത് സ്റ്റെപ്പിനെ കുറിച്ചാണ്? 5 പോയിന്റ്സ് അല്ലെ? ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 5 പോയിന്റ്സിന്റെ ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്ലാനിങ് ഫോർ ദി എക്യുപ്മെന്റ്സ് കഴിഞ്ഞു, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ, 9 സ്റ്റെപ്പുകൾ നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മെയിന്റനൻസ് അല്ലെ. മെയിന്റനൻസ് എന്താ മീൻ ചെയ്യുന്നത്? എന്താ മെയിന്റനൻസ് എന്ന് പറഞ്ഞാല്? എന്താ മെയിന്റനൻസ്? എന്താണ്? അറ്റകുറ്റപ്പണി അല്ലെ, റിപ്പയർ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് കേട്ടോ മെയിന്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സയന്റിഫിക് അപ്രോച്ച് to restrain the breakdown of an equipment is called maintenance. Important ആണ് ട്ടോ. എന്താണെന്ന് ചോദിക്കാം, മെയിന്റനൻസ് എന്താണെന്ന് ചോദിക്കാം, അടിയിൽ വരച്ചു വെക്കാം. Scientific approach to restrain the breakdown of an equipment is called maintenance. ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ത്? മെയിന്റനൻസ്. ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തകർച്ച അല്ലെ. തകർച്ച തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിന്റനൻസ് എന്ന് പറഞ്ഞത്. ഇനി ഇറ്റ്സ് ഡിവൈഡഡ് ഇൻടു 3. 3 കാര്യങ്ങളാണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ്? പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവില് നോക്കിയേ, പ്രിവെന്റീവില് ഡൺ എന്നാക്കണം കേട്ടോ. DON എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. DONE എന്നാക്കണം കേട്ടോ. അവിടെ തെറ്റുണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് once in a year. ഇയർ കഴിഞ്ഞിട്ട് ഒരു ഓർ ഇട്ട് കൊടുക്കണം. ഇയർ ഓർ 2. ഡണ്ണിന്റെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഡൺ എന്നാക്കാം. പീരിയോഡിക്കലി, ദാറ്റ് ഈസ് once in a year or 2. കിട്ടിയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പ്രിവെന്റീവിൽ എന്താ പറയുന്നത്? നമ്മള് മെയിന്റനൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ നമ്മള് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാല് അത് മെയിന്റനൻസ് വർക്ക് ചെയ്യണം എന്നാ പറയുന്നത് കേട്ടോ. 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ അത് 2 വർഷത്തിനുള്ളിലോ നമ്മൾ എന്ത് ചെയ്യണം? മെയിന്റനൻസ് വർക്കുകൾ ചെയ്യണം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോ എന്താണ്? ഈ മെഷീൻ ബ്രേക്ക് ഡൗൺ ആകുന്നത് അല്ലെ, അതിന്റെ തകർച്ചയിലോട്ട് പോകുന്നത് തടയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇനി ഡിറ്റക്റ്റീവ് എന്താണ്? ഡിറ്റക്റ്റീവ് കണ്ടെത്തുക അല്ലെ, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. എന്താ പറയുന്നത്? നമ്മൾ കണ്ടെത്തണം ഈ മിഷന് എന്താണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന്റെ മെയിന്റനൻസ് വർക്കും കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ബ്രേക്ക് ഡൗൺ, ദ മിഷൻ will break down and will not work. Activity not completed here. Ideal time and cost high. നമ്മള് ഇപ്പോ എന്താണ്? ഒരു മിഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു, തകർച്ചയിലോട്ട് പോയി. അപ്പൊ എന്താണ്? ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അതാണ് പറയുന്നത് will not work. എന്താണ്? ഒട്ടും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പ്രവർത്തിക്കാണ്ടാകുമ്പോ അതിന് അറ്റകുറ്റപ്പണി, മെയിന്റനൻസ് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? കൂടുതൽ ടൈമും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്? കോസ്റ്റും ഹൈ ആകുന്നുണ്ട്.
എന്താ പറഞ്ഞത്? ബ്രേക്ക് ഡൗണിൽ എന്താണ്, മിഷൻ ഒട്ടും വർക്ക് ചെയ്യാതെ ആകുമ്പോ അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആകുമ്പോ അതിന്റെ പ്രവർത്തനം നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുമ്പോഴോ അതിന്റെ ആ ടൈം, എടുക്കുന്ന ടൈം, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് എടുക്കാനുള്ള ടൈം ഹൈ ആവുകയും അതുപോലെ തന്നെ കോസ്റ്റും എക്സ്പെൻസീവും ആവുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മിഷൻ തകർച്ചയിലോട്ട് പോകുന്നത് തടയാനായിട്ടുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് 3 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രിവെന്റീവ് ഉണ്ട്, ഡിറ്റക്റ്റീവ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ ഉണ്ട്. പ്രിവെന്റീവ് പറഞ്ഞത് എന്താണ്? നമ്മൾ തടയുക അല്ലെ. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴോ മിഷൻ റിപ്പയർ ചെയ്യണം. മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യണം. അപ്പോൾ എന്താണ്? തകർച്ച തടയാനായിട്ട്, അതിന്റെ ബ്രേക്ക് ഡൗൺ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. എന്താണ് ഈ മിഷന്റെ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തക്കതായിട്ടുള്ള മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം. ഇനി ബ്രേക്ക് ഡൗൺ, അത് തകർച്ചയിലോട്ട് പോയി, അതിന്റെ പ്രവർത്തനം നിന്നുപോയി. അപ്പൊ ആ പ്രവർത്തനം വീണ്ടും അത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? കൂടുതൽ ടൈമും കോസ്റ്റും ഹൈ ആകുന്നു. കൂടുതൽ ടൈമും കോസ്റ്റും കൂടുതലാകുന്നു. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് മനസ്സിലായില്ലേ? ഇനി എന്താ പറയുന്നത്? ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു. എന്താണ്? പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് ഉണ്ടാക്കുന്നത്? ഒരു ഹോസ്പിറ്റലില് എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ അതിന്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ നോക്കിയേ. റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. എന്താണ്? റിസ്ക് കൂടുന്നുണ്ടല്ലേ? സേഫ്റ്റി, അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ എന്താണ്? സെക്യൂരിറ്റി ഉണ്ടാകുന്നില്ല, സേഫ്റ്റി ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ എന്താണ്? മെഷീൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് സേഫ്റ്റി റിസ്ക് കൂടുതലുണ്ട്, സേഫ്റ്റി ഉണ്ടാകുന്നില്ല. അതുപോലെ എന്താണ്? സെക്കൻഡ് നോക്കിയേ. ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓണിംഗ് ടു ഫെയിലിയർ, ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ്സ് ഫോർ റിപ്പയർസ്. എന്താണ്? ഇതിൽ കൂടുതൽ ഈ മിഷന്റെ ഉപയോഗശൂന്യമാണല്ലേ? എന്താണ്? മെഷീൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്താണ്? ഇപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പല എക്സ്റേ ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാനുകളൊക്കെ ഉണ്ട്. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹോസ്പിറ്റൽസിന് എന്താണ്? ഇൻകം കിട്ടുമോ നമുക്ക്? അല്ലെ? ഇപ്പൊ എന്താണ്? ഇപ്പൊ എന്താണ്? എക്സ്റേസ് ആയാലും CT സ്കാൻ ആയാലും ദിവസം തോറും ചിലപ്പോൾ ഉണ്ടാവും. ദിവസങ്ങളിൽ ഓരോ ദിവസവും ചിലപ്പോ സ്കാൻ എടുക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരാം. അപ്പോ രോഗികൾ കുന്നുകൂടി നിൽക്കണേ ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് തന്നെ എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കാം. അപ്പോ ഇവിടെ ഈ മെഷീൻസ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എന്താണ്? ഇൻകം കിട്ടോ? അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റോ? അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റോ അവർക്ക്? ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഇനി എന്താണ്? ലോസ് ഓഫ് ഗുഡ് വിൽ ഓണിംഗ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഗുഡ് വിൽ എന്താണ്? ലോ ആയി പോകുന്നു. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൽപ്പേരല്ലേ? അപ്പോ പേഷ്യൻസ് അവിടെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? പേഷ്യൻസ് പറയും അല്ലെ, അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ നല്ല രീതിയിലുള്ള കെയറിംഗ് സർവീസ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിലെ ഗുഡ് വില്ല് ലോ ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി എന്താണ്? നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ്. നല്ല രീതിയിൽ ഒരു ഉപകരണം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതിന്റെ എന്താണ്? ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ? നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്ക് ആവശ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ ആയുസ് അവിടെ അതിന്റെ പ്രവർത്തനം ഇല്ലാതായി ചിലപ്പോൾ എന്താണ്? അത് നശിച്ചു പോകാം. അതാണ് നെറ്റ് റിഡക്ഷൻ ഇൻ
effective life of property and equipments എന്ന് പറയുന്നത്. അതിന്റെ ആയുസ്, മെഷീന്റെ ആയുസ് എന്താണ്? മെഷീന്റെ ആയുസ് കുറയുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അതിന് മെയിൻ്റെനൻസ് വർക്ക് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ മെഷീന്റെ ആയുസ് അവിടെ കുറഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്ക് ഓരോ എക്യുപ്മെന്റ്സിനും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാനുള്ളത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? പേഷ്യൻസിന് റിസ്ക് ഉണ്ടാവുന്നുണ്ട്, സേഫ്റ്റി ഉണ്ടാവുന്നില്ല. അതുപോലെ എന്താണ്? അതിന്റെ ഉപയോഗം, ഈ മെറ്റീരിയൽസ്, അതിന്റെ എക്യുപ്മെന്റ്സിന്റെ നല്ല രീതിയിലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? മെയിൻ്റെനൻസ് വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്? അവർക്ക് കിട്ടുമോ? ഹോസ്പിറ്റലിന് കിട്ടില്ല. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ സൽപ്പേരിലെ കുട്ടില് റെഡ്യൂസ് ആകുന്നുണ്ട്, ലോ ആകുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സിന്റെ ഫലപ്രദമായിട്ടുള്ള ആയുസ് അവിടെ കുറയുന്നു. ക്ലിയർ ആയോ? ഇത്രയും വരെ നിങ്ങൾക്ക് എടുക്കുന്നുള്ളൂ. നാളെ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും വരെ? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.